Good morning. Okay. Okay, Shruti, Sharanya, Nidhi, Vidisha, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് മഴയൊക്കെ? എല്ലായിടത്തും നല്ല മഴയാണല്ലേ? അവിടെയും അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ്. ഇവിടെ അതെ നല്ല മഴയാണ്. അടിപൊളി മഴയാണല്ലേ? അതെ അതെ. മൊത്തത്തിൽ തണുത്ത് മരവിച്ചിരിക്കുകയാണ് എല്ലാവരും. എറണാകുളം ജില്ലയിലൊക്കെ റെഡ് അലർട്ടാണ്. അതെ ശരണ്യ. കറണ്ടും ഇല്ല അല്ലെ? ഓക്കെ. എല്ലാവരും വളരെ സേഫ് ആയിട്ട് ഇരിക്കട്ടെ. ഇനി എന്തൊക്കെ അപകടങ്ങൾ വരുന്ന കണ്ടറിയണം അല്ലെ? ഓരോ മഴക്കാലം വരുമ്പോ ഒരു ടെൻഷനാണ്. തവണ നേരത്തെയാണ് മഴ. മരങ്ങൾ ഒടിഞ്ഞു വീഴലും പിന്നെ എന്താ പറയാ, പാടാണ്. റേഞ്ച് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. എന്നാൽ നമുക്ക് ക്ലാസ് സമയം കളയണ്ട, നമുക്ക് റിവിഷൻ തുടങ്ങാം കേട്ടോ. കാര്യം മിക്കവാറും അടുത്ത് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ എക്സാം വരാൻ സാധ്യതയുണ്ട്. പോർഷൻസ് ഒക്കെ തീർന്നല്ലോ. എന്താണ് ശ്രീലക്ഷ്മി തൃശ്ശൂരാണ് അല്ലെ? എന്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂർക്കാരിയാണ് ബേസിക്കലി. ഇവിടെ താമസിക്കുന്നത് മാത്രം. തൃശ്ശൂർക്ക് വന്നിട്ട് കുറച്ച് നാളായി. കുറെ നാളായി. അപ്പൊ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. തൃശ്ശൂര് തലൂര് എന്ന് പറയും. തലൂര് കേട്ടിട്ടുണ്ടോ? തലൂര് അതായത് നമ്മുടെ പാലിക്കര ടൗൺ പ്ലാസ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് അറിയാമോ? കേട്ടിട്ടുണ്ട് അല്ലെ? പാലിക്കര ടൗൺ പ്ലാസ ഇല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ബൈപ്പാസ് ആണ്. തലൂർ ബൈപ്പാസ്. അവിടെയാണ് എന്റെ വീട്. അവിടെ റോഡ് സൈഡിലല്ല, എന്നാലും കുറച്ച് സ്ഥലത്തേക്ക് പോണം. അതെ എന്റെ വീട്. ഓക്കെ ശ്രീലക്ഷ്മി. പാലക്കല. പാലക്കല അറിയാലോ. വടക്കാഞ്ചേരി. ഓക്കെ, വടക്കാഞ്ചേരി അറിയാം. വ്യാസ കോളേജൊക്കെ അവിടെയല്ലേ? വടക്കാഞ്ചേരി വ്യാസാനിക്ക് തന്നെയല്ലേ കോളേജിന്റെ പേര്? ഓക്കെ ഓക്കെ. എന്താണ് ശ്രീലക്ഷ്മി? നമ്മളടുത്താണ്. അതെ അതെ, പാലക്കലൊക്കെ അടുത്താണ്. ഞാൻ തൃശ്ശൂർക്ക് പോയിട്ട് കുറേ നാളുകളായി. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് തൃശ്ശൂർ. അടുത്തത് അപ്പൊ നമുക്ക് ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് റിവിഷൻ ആണ് നടത്തിയത്. നമ്മുടെ മൊഡ്യൂൾ 1 ഞാൻ 3 ചാപ്റ്ററുകളാണ് എടുത്തിരുന്നത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ്സ്, മൂന്നാമത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇതിന്റെ 3ന്റെ റിവിഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മൊഡ്യൂൾ 2-നകത്തുള്ള ചാപ്റ്ററുകളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാനേ. ആദ്യം നമ്മൾ പറഞ്ഞത് ഫാർമസിയിൽ നമുക്ക് നോക്കാം കേട്ടോ. ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. ഞാൻ ആ ചാപ്റ്റർ ഒന്ന് എടുക്കട്ടെ കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പറയൂ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പൊ കാണാം കേട്ടോ. ഇപ്പൊ കാണാലോ അല്ലേ? ഓക്കെ. ഫാർമസി. ഓക്കെ, നമ്മൾ ഫാർമസിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്താണ് ഫാർമസി എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകള്, പിന്നെ നമ്മൾ കണ്ടത് ഒബ്ജക്റ്റീവ്സുകള്, പിന്നെ ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ഫാർമസി അല്ലെ? എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഇതിന്റെ സ്ഥാനം, ഫാർമസിയുടെ സ്ഥാനം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും കേട്ടോ.
പിന്നെ നമ്മൾ സ്റ്റാഫിങ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് പഠിക്കുക തന്നെ വേണം. അതായത് നമ്മൾ എപ്പോഴും ഒരു റിക്വയർമെന്റ്സ് ഓഫ് ഫാർമസിസ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, അവിടുത്തെ ബെഡ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബെഡ് സ്ട്രെങ്ത് കേട്ടോ. ബെഡ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റുകളുടെ എണ്ണം നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാബുലാർ കോളം അവിടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കാനും വേണം കേട്ടോ, പഠിച്ചു വെക്കണം കേട്ടോ, മറന്നു പോകരുത്. പിന്നെ നമ്മളൊരു ചെറിയൊരു ഫ്ലോ ചാർട്ട് ഒക്കെ കണ്ടിരുന്നു, ഫ്ലോ ചാർട്ട് ഒന്ന് വായിക്കാം. പിന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അതിന്റെ ചെയർമാൻ ആരാണ്? മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് അല്ലെ. സെക്രട്ടറി ആരായിരിക്കും? ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും കേട്ടോ. മറ്റുള്ളവർ അതിലെ മെമ്പേഴ്സ് ആയിരിക്കും, അംഗങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ കമ്മിറ്റി പഠിക്കുമ്പോൾ എപ്പോഴും ഏത് കമ്മിറ്റി, ഈ കമ്മിറ്റി മാത്രമല്ല, മറ്റേ ഹോസ്പിറ്റൽ അക്വയർഡ് കമ്മിറ്റിക്കകത്ത് നമ്മൾ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്താണെങ്കിൽ ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ്, അതൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഹോസ്പിറ്റൽ ഫോർമുലറി, പിന്നെ ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ഫോർക്കാട്ടോ, ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 250 തൊട്ട് 300 ഡ്രഗ്സ് വരെ അടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഓർമ്മയുണ്ടല്ലോ, അതായത് നമ്മൾ ഓവർ സ്റ്റോക്കിംഗ് അല്ലെ, തെഫ്റ്റ്, കളവ്, ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് എന്ത് ഫോളോ ചെയ്തിരിക്കണം? EOQ അല്ലെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ദാറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ എന്താ പറയുക ഫാർമസിയിൽ, ഒരു ഫാർമസിയില് ശരണ തന്നെ കേട്ടോ. അതായത് നമ്മളൊരു ഫാർമസിയിൽ സൂക്ഷിക്കേണ്ട റെക്കോർഡ്സുകള്, രജിസ്റ്ററുകള് ഇതൊക്കെയാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, ഇതിന്റെയൊക്കെ ടൈപ്പ് ഡ്രഗ്സുകളുണ്ട്, ഓരോന്നിന്റെയും സ്റ്റോറേജ് വ്യത്യാസമുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ 1-2 എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റ്യൂറേറ്റ്സ്, പിന്നെ ഇൻഫ്ലമബിൾ ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ് അതിൽ ഇമ്പോർട്ടന്റ് ആണ്, ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്, ഇത് മൂന്നും ഏത് ടെമ്പറേച്ചർ റേഞ്ച് ആണ്? 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് കേട്ടോ. അതേസമയം വാക്സിൻസ്, സെറം, ഹോർമോൺസ് അങ്ങനെയുള്ളതാണെങ്കിൽ അത് ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ ആണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ 2 ഡിഗ്രി സെന്റിഗ്രേഡ് തൊട്ട് 8 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് അത് സൂക്ഷിക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ മാത്രം വേറെ പ്രോബ്ലംസ്, ഒരു ഫാർമസി സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്, ഇത്രയുള്ള അതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫാർമസി ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. ഫാർമസി ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. ഓപ്ഷൻസ് സെക്കൻഡ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ. അവസാന ഓപ്ഷൻസ് ശ്രദ്ധിക്കുക, ബോത്ത് B and C എന്നാണ് കൊടുത്തിരിക്കുന്നത്. B and C ഓപ്ഷൻസ് ഫുള്ള് കേൾക്കണം. ഉത്തരം എന്താ വരിക? ബോത്ത് B and C ആണ്. കാര്യം എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലാവാം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാവാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, HIS സ്റ്റാൻഡ്സ് ഫോർ. HIS എവിടെ പഠിച്ചിട്ടുണ്ട്? ലബോറട്ടറിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണെന്ന് അറിയോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ, മറന്നു പോകരുത്. HIS എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അതായത് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ വർക്ക് ഫ്ലോ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താണ് സോഫ്റ്റ്വെയർ സംവിധാനം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? HIS എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഫുൾ ഫോം ആണ് അവിടെ ചോദിച്ചത് കേട്ടോ. ഓപ്ഷൻസ് ഹ്യൂമൻ സിസ്റ്റംസ് ഇന്റഗ്രേഷൻ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ നൺ ഓഫ് ദീസ്. ആൻസർ എന്താണ് വരിക? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡാഷ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിഫറൻസ് എന്നതില്ല കേട്ടോ. അത് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ഫോർമുലറി ദാറ്റ് മേ കണ്ടെയ്ൻ ഡാഷ് ഡ്രഗ്സ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഹോസ്പിറ്റൽ ഫോർമുലറി that may contain dash drugs. Options 200 to 250, 250 to 300, 150 to 200,
125 to 175. ഉത്തരം ഏതാ? 250 to 300. ഓക്കെ, അറിയാം. അടുത്ത ചോദ്യം, ഡാഷ് ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡാഷ് ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. ഓപ്ഷൻസ്: ഹോസ്പിറ്റൽ ഫോർമുലറി, ആന്റിബയോട്ടിക് പോളിസി, ബിൽ കാർഡ്സ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എന്താണ് ആൻസർ വരിക? എക്കണോമിക്, അതായത് EOQ അല്ലെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത്, ഡാഷ് ടു ബി ഡിസ്പോസ്ഡ് ആസ് പെർ ദ റൂൾ. ജസ്റ്റ് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ. ഡാഷ് ടു ബി ഡിസ്പോസ്ഡ് ആസ് പെർ ദ റൂൾ. ഓപ്ഷൻസ്: എക്സ്പയറി ഡ്രഗ്സ്, ഇൻഫ്ലമബിൾ ഡ്രഗ്സ്, ജനറൽ ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ഏതാണ് ആൻസർ വരിക? ഡാഷ് ടു ബി ഡിസ്പോസ്ഡ് ആസ് പെർ ദ റൂൾ. ഈ താഴെ പറയുന്നതിൽ ഏതാണ് നമ്മൾ കൃത്യമായിട്ടുള്ള റൂൾ പ്രകാരം ഡിസ്പോസ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എന്താണ് വരിക? ആൻസർ എക്സ്പയറി ഡ്രഗ്സ്. ജസ്റ്റ് അതിൽ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. കാലഹരണപ്പെട്ട മരുന്നുകൾ കൃത്യമായിട്ടുള്ള റൂൾ പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്? ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലെ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഡാഷ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. ഡാഷ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ ഇൻ ഫാർമസി അല്ലെ. ഫാർമസിയിലെ സ്റ്റോക്ക് പൊസിഷന് ഡെപിക്ട് ചെയ്യുന്ന ഏതാണത്? ഓപ്ഷൻ: ബിൽ കാർഡ്, ഇൻഡെക്സ് രജിസ്റ്റർ, സ്റ്റോക്ക് ലെഡ്ജർ, റിസീപ്റ്റ് വൗച്ചർ. ആൻസർ ഏതാ വരിക? ഡാഷ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ, ബിൽ കാർഡ് അല്ലെ. അങ്ങനെ തന്നെ കറക്റ്റ് പറയുന്നുണ്ട് അല്ലെ. ബിൽ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ അല്ലെ. സ്റ്റോക്ക് പൊസിഷൻ കൃത്യമായിട്ട് ഡെപിക്ട് ചെയ്യുന്നത് എന്തിലാണ്? ബിൽ കാർഡിലാണ് അല്ലെ. ഓക്കെ, അടുത്തത്, ഡാഷ് ഡ്രഗ്സ് സ്റ്റോർഡ് ഇൻ എ കോൾഡ് സ്റ്റോറേജ് ഏരിയ. ഡാഷ് ഡ്രഗ്സ് സ്റ്റോർഡ് ഇൻ എ കോൾഡ് സ്റ്റോറേജ് ഏരിയ. ഓപ്ഷൻസ്: വാക്സിൻസ്, മോർഫിൻ, പെത്തിഡിൻ, പെന്റാനിറ്റ്. എന്താണ് ആൻസർ വരിക? വാക്സിൻസ്. കാരണം സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കിയെല്ലാം എന്തിൽ വരുന്നതാ? നാർക്കോട്ടിക് ഡ്രഗ്സിനകത്ത് വരുന്നതാണ് കേട്ടോ. ആൻസർ കറക്റ്റ് ആണ് കേട്ടോ എല്ലാവരുടെയും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹോസ്പിറ്റൽ ഫാർമസി കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് ഡാഷ്. എന്താണ് ചോദിക്കുന്നത്? അതൊരു വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഹോസ്പിറ്റൽ ഫാർമസി കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് ഡാഷ്. അത് ചെറിയൊരു സെന്റൻസിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഹോസ്പിറ്റൽ ഫാർമസി ആർക്കൊക്കെ ഇടയിലുള്ള ബന്ധമാണ് നിലനിർത്തുന്നത്? ഓപ്ഷൻസ്: പേഷ്യന്റ്, ഡോക്ടർ, ഫാർമസിസ്റ്റ്, ലാബ് അസിസ്റ്റൻസ്. അതായത് മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് പേഷ്യൻസ് അല്ലെ. പേഷ്യൻസുമായിട്ടുള്ള മെഡിക്കൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡോക്ടേഴ്സ് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പേഷ്യൻസുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തുന്നത് ആരാണ്? ഫാർമസിയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് പറയാനില്ല. അടുത്തത്, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ആ ടാബുലാർ കോളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഹൗ മച്ച് ഫാർമസിസ്റ്റ് needed in a hospital with up to 500 beds. 500 ബെഡ്സ് വരെയുള്ള ഹോസ്പിറ്റലിൽ എത്ര ഫാർമസിസ്റ്റുകളാണ് ആവശ്യമായിട്ട് വരുന്നത്? എത്രയാണ്? 15 ആണ് അല്ലെ. 15 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാർമസി? ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാർമസി? ഓപ്ഷൻസ്: ചീഫ് ഫാർമസിസ്റ്റ്, ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ട്, ഡോക്ടർ. ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാർമസി? ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, അറിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? ചോദ്യം ശ്രദ്ധിച്ചോ. ഹു ഈസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ്, എന്തിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ഓക്കെ, നിങ്ങൾ വേറെന്തെങ്കിലും ആൻസർ ആണോ പറയുന്നത്? Who is the member secretary of Drug and Therapeutic Committee? Okay, options. Chief pharmacist. നിങ്ങൾ നേരത്തെ അയച്ച മെസ്സേജുകളാണെന്ന് തോന്നുന്നു വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അതാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചേട്ടാ. അത് കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ നേരത്തെ അയച്ചതിന്റെ ആണ് തോന്നുന്നു കേട്ടോ.
കുറെ മെസ്സേജുകൾ കയറി വരുന്നുണ്ട്, എന്തിനാണോ? ഓക്കെ, വേറെ എന്തോ കാര്യത്തെ പറ്റി എന്തോ മെസ്സേജ് കയറി വരുന്നുണ്ട്, എന്താണാവോ? ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടിന്യൂ ചെയ്യാം. പ്ലീസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നിങ്ങളുടെ ആൻസർ ശരിയാണ് കേട്ടോ. ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. ഓപ്ഷൻ അകത്ത് HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ സൂപ്രണ്ടന്റ്, ചീഫ് ഫാർമസിസ്റ്റ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ്. ആൻസർ ഏതാ വരിക? ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കാണ്. What are the important problems of pharmacy services? Options are outdated drugs, destruction by insects and rats, shortage cost, all of the above. ഏതാ വരിക? all of the above ആണ്. ഈ പറയുന്ന എല്ലാം എന്താണ്? ഒരു ഫാർമസി സർവീസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുകളാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ച കാര്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who give അതല്ല കേട്ടോ. ഓക്കെ, where do the funds primarily flow to the pharmacy? Where do the funds primarily flow to the pharmacy? Patient hand, investment, donation and contribution. എന്തായിരിക്കും വരിക? patient hand. patient hand ആണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, കാര്യം നിങ്ങളിവിടെ പറയുന്നുണ്ട്, അതിനകത്തൊരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഡ്രഗ്സിന്റെ എവിടെയായിരുന്നു അത്? പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വേർ ഡു ദ ഫണ്ട്സ് പ്രൈമറിലി ഫ്ലോ ടു ദ ഫാർമസി? പ്രൈമറിലി എന്ന് പറയുന്ന വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. പേഷ്യന്റ് ഹാൻഡ് ആണോ, ഇൻവെസ്റ്റ്മെന്റ് ആണോ, ഡൊണേഷൻ ആണോ, കോൺട്രിബ്യൂഷൻ ആണോ? ഈ പറയുന്ന എല്ലാത്തിൽ നിന്നും ഫണ്ട് വരുന്നുണ്ട്. പക്ഷെ പ്രൈമറിലി ഫ്ലോ ചെയ്യുന്നത്, പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. That is from the patient ആണ് അല്ലെ? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. ആൻസർ പേഷ്യന്റ് ഹാൻഡ് എന്നാണ് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് അവിടെ വന്നേക്കുന്നത് കേട്ടോ. വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല. അപ്പൊ ഈ രീതിയിലുള്ള ഈ മോഡലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ, ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കേട്ടോ. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. Who transcribes the doctor's prescription? Who transcribes the doctor's prescription? ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ ആരാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്? ഏതിനാണെന്ന് അറിയോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? മെഡിക്കേഷൻ പ്രൊസീജിയറിൽ നിന്നാണ് കേട്ടോ. ഉത്തരം നേഴ്സ് ആണ് കേട്ടോ. ഓപ്ഷനിൽ ഫാർമസിസ്റ്റ്, നേഴ്സ്, മെഡിക്കൽ ഡയറക്ടർ, നൺ ഓഫ് ദീസ്. ആൻസർ ഏതാ? നേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കൂ. നെക്സ്റ്റ് ഒരു പെത്തഡിൻ ഈസ് എ ഡാഷ് ഡ്രഗ്. പെത്തഡിൻ ഈസ് എ ഡാഷ് ഡ്രഗ്. ഓപ്ഷൻസ് ജനറൽ ഡ്രഗ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്, നാർക്കോട്ടിക് ഡ്രഗ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്. വിച്ച് ഈസ് ദ ആൻസർ? നാർക്കോട്ടിക് ഡ്രഗ് കേട്ടോ. പെത്തഡിൻ 2-3 നിങ്ങൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് who is responsible for fulfilling the decisions of DTC? അപ്പൊ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ DTC എന്ന് തോന്നരുത്. ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. Who is responsible for fulfilling the decisions of DTC? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങള് ഫുൾഫിൽ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ഓപ്ഷൻസ് മെഡിക്കൽ ഡയറക്ടർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ചീഫ് ഫാർമസിസ്റ്റ്, ഡയറ്റീഷ്യൻ. പെട്ടെന്ന് ആൻസർ കിട്ടും. എന്താണ് ആൻസർ? ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ? പ്രത്യേകിച്ച് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകള് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ചീഫ് ഫാർമസിസ്റ്റിന് ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം കേട്ടോ. ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഫാർമസി. ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഫാർമസി. ഓപ്ഷൻ ലോഗ് റെക്കോർഡ്സ്, അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്, ട്രെയിനിങ് റെക്കോർഡ്, കാലിബറേഷൻ ചെക്ക് റെക്കോർഡ്സ്. ഇതാണ് ആൻസർ വരിക. ഒന്ന് ആലോചിച്ച് പറഞ്ഞേ,
2. അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. ബാക്കിയുള്ള റെക്കോർഡുകളൊക്കെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലബോറട്ടറി ആയിട്ട് ലബോറട്ടറി ആയിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകളും മറ്റുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡാണ് ഇതിനകത്ത് വരിക. ഈ തന്ന ഓപ്ഷൻ അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അതുപോലെ തന്നെ optimum quantity which minimizes the total cost of an inventory is called dash. Option cost order quantity, material order quantity, minimum order quantity, economic order quantity. Option ഏതാണ്? EOQ അല്ലെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിന് നമ്മൾ അന്ന് പറഞ്ഞത് ചെറിയൊരു സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി അല്ലെ. മൊത്തത്തിലുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു സ്റ്റോക്ക് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മിതമായിട്ടുള്ള ഒപ്റ്റിമം ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഹൂ പ്രിപ്പയർ ദ ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി? ആരാണ് ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻസ് DTC, ഫാർമസിസ്റ്റ്, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് സൂപ്പർവൈസർ. ഇതാണ് ആൻസർ വരിക. DTC ആണോ, ഫാർമസിസ്റ്റ് ആണോ, മെഡിക്കൽ ഡയറക്ടർ ആണോ, നഴ്സിംഗ് സൂപ്പർവൈസർ ആണോ? ഉത്തരം 1 ആണ് കേട്ടോ. DTC ആണ് കേട്ടോ. ശരണ്യ, ഉത്തരം 1 ആണ് കേട്ടോ. ഫാർമസിസ്റ്റ് അല്ല. ഡ്രഗ് ഫോർമുലറി ആരാണ് തയ്യാറാക്കുന്നത്? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ് കേട്ടോ. കമ്മിറ്റിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? നേരത്തെ സെക്രട്ടറി ചോദിച്ചു, അത് നിങ്ങൾ ഉത്തരം പറഞ്ഞു, ചീഫ് ഫാർമസിസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഷോർട്ട് ആക്കിയിട്ടാണ് DTC എന്ന് കൊടുക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നരുത്. ഓപ്ഷൻസ് ഓൾ HODs, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, ചീഫ് ഫാർമസിസ്റ്റ്, മെഡിക്കൽ സൂപ്രണ്ടന്റ്. ആൻസർ മെഡിക്കൽ സൂപ്രണ്ടന്റ്. മാറിപ്പോകരുത് കേട്ടോ. ചെയർമാൻ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണെങ്കിൽ സെക്രട്ടറി ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വാളിഫിക്കേഷൻ ഓഫ് ഡിസ്പെൻസിംഗ് ഫാർമസിസ്റ്റ് ഈസ്? ആ ഫ്ലോ ചാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ക്വാളിഫിക്കേഷൻ ഓഫ് ദ dispensing pharmacist. Dispensing pharmacist in qualification, they 2 pharmacist bracket dispensing. എന്താണ്? ഓപ്ഷൻസ് M farmer, ഓപ്ഷൻ B farm D, ഓപ്ഷൻ C B farm or D farm, ഓപ്ഷൻ D none of these. ആൻസർ ഏതാ വരിക? B farm or D farm ആണ് കേട്ടോ. D farm അല്ലെങ്കിൽ D farm ആണ് കേട്ടോ. Number of pharmacists required for the bed strength up to 200. നേരത്തെ 500 പറഞ്ഞു, അത് 15 ആണ്. അപ് ടു 200 വരെയാണ്. എത്രയാണ് ഓപ്ഷൻസ്? 8, 5, 3, 15. ഓപ്ഷൻ ഏതാ കറക്റ്റ് ആൻസർ? 8 ആണ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ഡാഷ്. പേഷ്യന്റ് സ്ട്രെങ്ത്, ബെഡ് സ്ട്രെങ്ത്, ഡോക്ടർ സ്ട്രെങ്ത്, നൺ ഓഫ് ദീസ്. ആൻസർ ഏതാ വരിക? ബെഡ് സ്ട്രെങ്ത്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത്. ഫാർമസി ഈസ് ഗവേർഡ് ബൈ ഡാഷ്. ഫാർമസിസ്റ്റ്, ഡയറ്റീഷ്യൻ, ഡയബറ്റോളജിസ്റ്റ്, ക്ലിനിഷ്യൻ. ഏതാണ് ആൻസർ വരിക? ഫാർമസിസ്റ്റ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ദ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ദാറ്റ് പ്രിപ്പയർസ് കോമ്പൗണ്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ദ മെഡിക്കേഷൻസ് ടു പേഷ്യന്റ് ഈസ് ഡാഷ്. മെഡിക്കൽ സ്റ്റോർ, ഡയറ്ററി, ഫാർമസി, ഹൗസ് കീപ്പിംഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്. The department within a hospital that prepare compounds distributes the medication. ഉത്തരം ഫാർമസി. ഓക്കെ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫാർമസി ആണ് കേട്ടോ. അടുത്ത നമ്മൾ പിന്നെ പഠിച്ച ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലബോറട്ടറി സർവീസ് കേട്ടോ. ലാബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ലബോറട്ടറി കേട്ടോ. ഇതില്ലേ ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ.
വെയിറ്റ് ചെയ്യാം, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കട്ടെ. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ലബോറട്ടറി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. Who gives the accreditation to the laboratories in India? Who gives the accreditation to the laboratories in India? ഇന്ത്യയിലെ ലാബുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് NABH, NABL, FDAS, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരിക? ഏതായിരിക്കും ആൻസർ? രണ്ട്. ഓക്കെ, NABL ആണ് അല്ലെ. NABL ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് കേട്ടോ. പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം എന്ന് പറഞ്ഞു തരുന്നു. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ലബോറട്ടറി ദാറ്റ് റിസീവ്സ് സാമ്പിൾസ് ഓഫ് 401 to 1000 patients per day is known as dash. നമ്മൾ NABL ബേസ് ചെയ്തിട്ട് 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു അല്ലെ. അതിനകത്ത് പ്രതിദിനം 401 to 1000 patients per day സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന ലാബുകൾ. ഓപ്ഷൻസ് സ്മോൾ സൈസ്ഡ് ആണോ, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്. ഓപ്ഷൻ ഏതാ വരിക? കറക്റ്റ് ലാർജ് സൈസ്ഡ് ആണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്തത് ലബോറട്ടറി ഹാവിംഗ് more than one location in same district with the same legal identity is called dash. Options multiple location, single location, specific location, all of this. Answer is one, multiple location. Okay. അടുത്തത് expansion form of SOP. SOP യുടെ full form പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. സ്റ്റാഫ് ഓൺലി ലോഗോ PNG, സ്റ്റാഫ് ഓൺലി പാർക്കിംഗ് സൈൻ, സ്റ്റാൻഡേർഡ് ഓപ്പൺ പ്രോട്ടോകോൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇതാണ് ആൻസർ വരിക. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റ്. കറക്റ്റ് ആണ് കേട്ടോ. നാലാമത്തെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റിക്വസിഷൻ ഫോം ദാറ്റ് ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ പേഷ്യന്റ്, ഡോക്ടർ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ലാബ് മാനേജർ. ആരാണ് റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടത്? ഡോക്ടർ ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് LIS. എക്സ്പാൻഷൻ ഓഫ് LIS. എന്താണ് LISന്റെ എക്സ്പാൻഷൻ? ഓപ്ഷൻസ് ലബോറട്ടറി ഐഡന്റിറ്റി സോഫ്റ്റ്വെയർ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഓർ സോഫ്റ്റ്വെയർ, ലാബ് ഇൻസ്റ്റന്റ് സോഫ്റ്റ്വെയർ, ലബോറട്ടറി ഇന്റേണൽ സിസ്റ്റം. ഏതാണ് ഓപ്ഷൻ? രണ്ടാണ് അല്ലെ. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ കേട്ടോ. അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കാം. കോംപ്രിഹെൻസീവ് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് മാനേജസ് all aspects of a patient care is known as dash. ഒന്നുകൂടി ശ്രദ്ധിക്കാം. Comprehensive software system that manages all aspects of patient care is known as. Options LIS, PBT, HIS, OS. ഇതായിരിക്കും ആൻസർ വരിക. ഒന്നുകൂടി പറയാം. Comprehensive software system that manages all aspects of patient care is known as. Options LIS, B, PBT, C, HIS, D, OS. Options okay. വിനീഷ ശ്രുതിയുടെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ സി ആണ് കേട്ടോ. ശരണി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. HIS ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതെന്താണെന്നറിയാമോ? നമ്മളുടെ ചോദ്യം എന്താണ്? കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് മാനേജസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് പേഷ്യന്റ് കെയർ. രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? അത് HIS ആണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. പേഷ്യന്റ് കെയർ എന്ന് പറയുമ്പോൾ എല്ലാ ഇനത്ത് പെടുന്നുണ്ട്. പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക, അതിനനുസരിച്ച് ഡോക്ടറുടെ മറ്റുള്ള കൺസൾട്ടേഷൻ, ഫാർമസി എല്ലാം പെടും. അതുകൊണ്ടാണ് കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞത്. അതേസമയം ലാബ് മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്, അങ്ങനെയാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ആൻസർ LIS ആണ് വരിക. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കോംപ്രിഹെൻസീവ് സോഫ്റ്റ്വെയർ ഏതാണ്? അത് HIS. HISൽ വരുന്നൊരു കമ്പോണന്റ് ആണ് എന്ത്? LIS. LISന്റെ പണി എന്ന് പറഞ്ഞാൽ ലാബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഏതായിരിക്കും? അത് LIS ആയിരിക്കും. ഓക്കെ, അപ്പൊ ചോദ്യം മനസ്സിലാക്കണം കേട്ടോ. HIS ആണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം.
ഓഡ് വൺ ഔട്ട്, ഓഡ് വൺ ഔട്ട് കേട്ടോ. ഒന്ന് ഓപ്ഷൻസ് കേൾക്കുക. ലബോറട്ടറി രജിസ്റ്റർ, QC റെക്കോർഡ്സ്, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്, പ്രോജക്ട് സ്റ്റാറ്റസ് റിപ്പോർട്ട്. അപ്പൊ ഇതിൽ ഓഡ് വൺ ആയിട്ട് ഇരിക്കുന്നത് ആരാണെന്നൊന്ന് പറയാമോ? ഓഡ് വൺ പ്രോജക്ട് സ്റ്റാറ്റസ് റിപ്പോർട്ടാണ്. കാര്യം എന്താ? ബാക്കിയുള്ളതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, ലബോറട്ടറിയിൽ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്ററിനകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഡാഷ് എനേബിൾസ് എ ലബോറട്ടറി ടു ട്രാക്ക് ദ സ്പെസിമെൻസ് ഫ്രം റിസീപ്റ്റ് ടു റിപ്പോർട്ടിംഗ്. Dash enables a laboratory to track the specimens from receipt to reporting. Options HIS, B LIS, C OSS, D all of this. Answer ഏതാ വരിക? LIS ആണ് വരിക അല്ലെ? LIS ആണ് enables a laboratory to track the specimens from receipt to reporting. Okay. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സിമ്പൽ വേണമെങ്കിൽ തരാം, ക്വസ്റ്റ്യനിൽ തരാം. സിമ്പൽ നമ്മൾ കുറച്ച് ലബോറട്ടറിയുടെ സിമ്പലുകൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. ആ സിമ്പലുകൾ തന്നിട്ട് ഏതിനെയാണത് റെപ്രസെന്റ് ചെയ്യണേ എന്നുള്ളത് ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഹൂ എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഹൂ എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് quality management program. Options phlebotomist, lab manager, lab technician, lab director. ആരാണ് ഓപ്ഷൻ കറക്റ്റ് ചെയ്താ വരിക? ഹൂ എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ്, അയ്യോ തെറ്റിപ്പോയി. ലാബ് ഡയറക്ടർ അല്ല, ലബോറട്ടറി മാനേജർ ആണ് കേട്ടോ. ലാബ് മാനേജർ ആണ് കേട്ടോ. ആരാണ്? ലാബ് മാനേജർ. ഓക്കെ, ലാബ് മാനേജർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഹൂ എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. ഏതാണ്? ലാബ് മാനേജർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നേരത്തെ നിങ്ങൾ അയച്ച മെസ്സേജുകളാണെന്ന് തോന്നുന്നു, കേറി വരുന്നുണ്ട്. മൊബൈൽ ഡാറ്റ ടെർമിനൽ അതൊക്കെ നിങ്ങൾ CCTV ഇതൊക്കെ നേരത്തെ പറഞ്ഞ കമന്റ്സ് ആണ് തോന്നുന്നു അല്ലെ? ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ലാബ് മാനേജർ ആണ് കേട്ടോ ആൻസർ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ഡിപ്പാർട്ട്മെന്റ് ലബോറട്ടറി ഇൻക്ലൂഡ്സ് കേട്ടോ. ഇൻ വിച്ച് ഡിപ്പാർട്ട്മെന്റ് ലബോറട്ടറി ഇൻക്ലൂഡ്സ്. ഓപ്ഷൻസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, നൺ ഓഫ് ദിസ്. ഏതാണ് ആൻസർ വരിക? ഇൻ വിച്ച് ഡിപ്പാർട്ട്മെന്റ് ലബോറട്ടറി ഇൻക്ലൂഡ്. ഈ പറയുന്നതില് ഏത് ഡിപ്പാർട്ട്മെന്റിനകത്താണ് ലബോറട്ടറി ഉൾപ്പെടുന്നത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, നൺ ഓഫ് ദീസ്. സപ്പോർട്ടീവ് കേട്ടോ. അത് മറ്റേ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ ആ ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് അതിന് വന്നേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. SOP അറിയാലോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ.
Which of the following is not not included in the functional divisions of lab service? Which of the following is not included in functional divisions of lab service? നമ്മൾ 5 functional divisions പഠിച്ചില്ല. അതിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ പെഡോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ആൻസർ ഏതാ വരിക? നോട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാ? ക്ലിനിക്കൽ പെഡോളജി. അതിനകത്ത് വരുന്നതാണോ? അല്ല, ബാക്കിയുള്ളതൊക്കെ അതിനകത്ത് വരുന്നതാണ് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റഡി ഓഫ് ഡിസീസ് ഈസ് കോൾഡ് സ്റ്റഡി ഓഫ് ഡിസീസ്, പെഡോളജി, പാത്തോളജി, സൈറ്റോളജി, മൈക്കോളജി. ഏതാണ് ആൻസർ വരിക? പെട്ടെന്ന് പറയൂ. പാത്തോളജി. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. NABLയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. വിച്ച് among the following is a clinical specimens? ഓപ്ഷൻസ് ബ്ലഡ്, യൂറിൻ, സ്റ്റൂൾ, all of the above. ആൻസർ ഏതാ വരിക? Which among the following is a clinical specimen? All of the above ആണ്. ഈ പറയുന്നതെല്ലാം ക്ലിനിക്കൽ സ്പെസിമെൻസ് ആണ്, അഥവാ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്നും പറയൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The study of parasites is known as ഓപ്ഷൻസ് പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി, സെറോളജി, none of the above. ആൻസർ ഏതാ വരിക? പാരസൈറ്റോളജി അല്ലേ. ഓക്കെ, പാരസൈറ്റിനെ കുറിച്ചുള്ള പഠനം പാരസൈറ്റോളജി. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് കേട്ടോ. ഹൂ കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ്? ഹൂ കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ്? ആരാണ്? ഓപ്ഷൻസ് ടെക്നിക്കൽ സൂപ്പർവൈസർ, ലബോറട്ടറി ഡയറക്ടർ, ജനറൽ സൂപ്പർവൈസർ, MLT. ഹൂ കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ്? ഉത്തരം ലാബ് ഡയറക്ടർ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് ചൂസ് ഓഡ് വൺ ഔട്ട് കേട്ടോ. ചൂസ് ഓഡ് വൺ ഔട്ട്. മാർക്ക് ഓൺലി വൺ ഓവൽ കേട്ടോ. ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, സെറോളജി, ഹിസ്റ്റോപാത്തോളജി. ഏത് ആൻസർ വരിക? ഒന്ന് ചിന്തിക്കണം കേട്ടോ. ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, സെറോളജി, ഹിസ്റ്റോപാത്തോളജി. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ള ആളെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഏതാ വരിക? ഹിസ്റ്റോപാത്തോളജി. നമ്മൾ 5 ഡിവിഷൻസ് പഠിച്ചില്ലേ? അതായത് ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞില്ലേ? ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, സെറോളജി, ഇത് 3 ഏതിനകത്താ വരുന്നത്? നിങ്ങൾ ആ PDF നോക്കിയാൽ കാണാൻ പറ്റും. ക്ലിനിക്കൽ മൈക്രോബയോളജിക്കകത്താണ് വരുന്നത്. അതേസമയം ഹിസ്റ്റോപാത്തോളജി മാത്രമാണ് ഏതിന്ന് ഇരിക്കുന്നത്? ക്ലിനിക്കൽ പാത്തോളജിക്കകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ലബോറട്ടറി ഡയറക്ട്ലി അഫക്ട്സ്. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ലബോറട്ടറി ഡയറക്ട്ലി അഫക്ട്സ്. ഓപ്ഷൻസ് എഫിഷ്യൻസി, സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് ഡാറ്റ, all of this. ഏതായിരിക്കും ആൻസർ വരിക? all of this. all of this ആണ് ആൻസർ വരിക കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ, ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്തിനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്? അവിടുത്തെ എഫിഷ്യൻസി അല്ലെ, അവിടുത്തെ സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് ഡാറ്റ, അവിടെ നിന്ന് ലഭിക്കുന്ന ഡാറ്റയുടെ ക്വാളിറ്റി, ഇതിന് 3നെ അഫക്ട് ചെയ്യുന്നില്ലേ? സോ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. all of these ആണ് ആൻസർ വരിക കേട്ടോ. അടുത്തത് who is monitor, analyze and justify expense and revenue within departments കേട്ടോ. ഒന്നുകൂടെ, who is monitor, analyze and justify expense and revenue within the laboratory department ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഫിലോബോട്ടോമിസ്റ്റ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ലാബ് മാനേജർ, none of this. ആരുടെയാണ് വരിക? ലാബ് മാനേജർ ആണ് വരിക കേട്ടോ. ആരുടെയാണ്? ലാബ് മാനേജർ. ലാസ്റ്റ് നമ്മൾ ലബോറട്ടറി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി പഠിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. അത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അത് പറഞ്ഞത് കേട്ടോ. ഹു ഈസ് മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്? ഉത്തരം ലാബ് മാനേജർ കേട്ടോ. അടുത്തത് വാട്ട് ഈസ് മീൻ ബൈ കാർസിനോജൻസ്? Options: the agents that promoting cancer, the agents that promoting fever, agents that promoting body pain, none of the above. Answer cancer ആണ് ട്ടോ. Okay. Who provides supervision of day-to-day functions of the lab ട്ടോ?
who provides supervision of day-to-day functions of the lab. ആ tabular column ബേസ് ചെയ്തിട്ടാണ് ഓപ്ഷൻസ് ലബോറട്ടറി ഡയറക്ടർ, ജനറൽ സൂപ്പർവൈസർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ഫിലബോട്ടോമിസ്റ്റ്. ആരാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഫങ്ഷൻസ് ഓഫ് ദ ലാബ് കൈകാര്യം ചെയ്യുന്ന ആരാ? ജനറൽ സൂപ്പർവൈസർ അല്ലേ? ഓക്കെ. Lab areas that contains dash, carcinogen, biohazard, lasers, all of the above. Answer പറഞ്ഞേ. Lab areas that contain ഏതാണ് ഓപ്ഷൻ വരിക? ഓൾ ഓഫ് ദി എബവ് ആണ്. ഈ പറയുന്ന എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. കാർസിനോജൻസ് ഉണ്ട്, അതിനകത്ത് ബയോഹസാർഡ് ഉണ്ട്, ലേസർ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇത്രയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് അതിൽ നിന്ന് വന്നേക്കുന്നത്. അതുപോലെ സ്റ്റഡി ഓഫ് ഫംഗി, ഫംഗിയെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താ പറയാ? മൈക്കോളജി. എന്താണ് പറയാ? മൈക്കോളജി എന്നാണ് കേട്ടോ, മൈക്കോളജി. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ബ്ലഡ് ബാങ്ക് പഠിച്ചിരുന്നു അല്ലെ? ഓക്കെ, ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കാം. An average person carries dash liters of blood. Answer പറയൂ. Options 6 liter, 4 liter, 5 liter and 2 liter. Answer ഏതാ? 5 liter. Okay. അടുത്തത് ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ദ ബ്ലഡ് ബാങ്ക്. ഓപ്ഷൻസ് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, തേർഡ് ഫ്ലോർ. ആൻസർ ഏതാ? ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. ഓക്കെ, ഫാർമസി നമ്മൾ പഠിച്ചപ്പോ ഫസ്റ്റ് ഫ്ലോറോ ഗ്രൗണ്ട് ഫ്ലോർ, രണ്ടും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ബ്ലഡ് ബാങ്ക് പഠിക്കുമ്പോൾ ആൻസർ ഏതാ? ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. ഫാർമസിയിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ അങ്ങനത്താണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫാക്ടർ ആന്റിജൻ, RH ഫാക്ടർ, ആന്റിബോഡി, ഓൾ ഓഫ് ദി എബോവ്. ആൻസർ പറഞ്ഞേ. RH ഫാക്ടർ. ഓക്കെ, രമേശ കറക്റ്റ് ആണ് കേട്ടോ. ദ ഡിസീസ് ദാറ്റ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്. ദ ഡിസീസ് that is not transmitted through body fluids. Options hepatitis B, hepatitis C, hepatitis A, HIV. ബോഡി ഫ്ലൂയിഡ്സിലൂടെ പകരാത്ത നോട്ട് ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഏതാണ് അതിനകത്ത്? ഹെപ്പറ്റൈറ്റിസ് എ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എ മാത്രം കണ്ടാമിനേറ്റഡ് ഫുഡ് എന്നാണ്, പക്ഷെ ബാക്കിയുള്ള ബിയും സിയും HIV ഒക്കെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ്. ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ്. ഓപ്ഷൻസ് AB, O, A, B. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. O ആണ് കേട്ടോ. എല്ലാവരും ആൻസർ കറക്റ്റ് ആണ്. Syphilis is caused by the bacteria. Options Mycobacteria, Treponema pallidum, Vibrio cholerae, Streptobacillus. ഏത് ബാക്ടീരിയ ആണ്? Treponema pallidum അല്ലെ രണ്ടാമത്തെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The component of the blood that helps to regulate blood pressure. Components of the blood that helps to regulate the blood pressure. Options RBC, WBC, plasma, platelet. Answer ഏതാ? Plasma. Okay. അടുത്തത് which blood group is known as the universal donor? Universal donor. Options O positive, AB negative, O negative, B positive. Answer O negative. O positive എഴുതരുത്, O negative ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Identify the condition when the blood transfusion is needed. Options leukemia, liver problem, blood disorders, all of the above. Answer പറഞ്ഞേ. All of the above ആണ് കേട്ടോ. ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസിലും നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം. The process of transferring blood product into a person's circulation intravenously is known as. ചോദ്യം കേൾക്ക ചെറിയൊരു ആൾട്രേഷൻ വരുത്തിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. The process of transferring the blood product into a person's circulation intravenously is known as dialysis, blood compatibility, transfusion, none of the above. Answer പറഞ്ഞേ. Transfusion. Okay, very good, correct ആണ് കേട്ടോ. Who is the head of the blood bank കേട്ടോ? Who is the head of the blood bank? Options hospital administrator, blood bank manager, lab director, none of the above. Answer ഏതാ? blood bank manager. Okay, കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഡയാലിസിസിലെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. സമയം പോവാനേ 15 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഡയാലിസിസും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനും ഡയറ്ററിയും കൂടെ നമുക്കൊന്ന് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് പറയാം. ഡയാലിസിസ് ഒന്ന് കേൾക്കാം കേട്ടോ. ഡയാലിസിസിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്.
The treatment that removes the extra fluid and waste product from the blood when the kidneys are not able to is known as transfusion, angioplasty, endoscopy, dialysis. Option A, dialysis. Dialysis was first used effectively in options 1980, 1970, 1940, 1978. Option 1940. Correct answer. Okay. Length of dialysis depends on the factors. Options body size, amount of waste in the body, present state of the health, all of the above. Answer is all of the above. Okay, very good. Patients who have recently lost kidney functions are called ESKD, ARF, AVF, CRF. Full form അറിഞ്ഞാലേ കിട്ടുള്ളൂ. Option ഏതാ വരിക? ARF. Correct answer is ARF. Acute renal failure അല്ലേ? Recently lost the kidney function. അത് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. Patients who have permanently lost the kidney function are called ESKD, ARF, AKA, AVF. Option ഏതാ വരിക? ESKD അല്ലേ? End stage kidney disease. അടുത്ത ക്വസ്റ്റ്യൻ. End stage kidney failure happens when kidneys are functioning at only dash percentage of their normal function. Options 30 to 35%, 20 to 25%, 10 to 15%, 40 to 50%. എത്ര ശതമാനം കുറയുമ്പോഴാണ് കിഡ്നി പൂർണ്ണമായിട്ട് തകരാറിലായി എന്ന് പറയുന്നത്? 10 to 15% അല്ലെ? മൂന്നാണ് ഓപ്ഷൻ ട്ടോ. Dash is a surgical connection between an artery and a vein. AV fistula, AV graft, catheter, none of this. Answer is the surgical connection between artery and vein is called, what is that? AV fistula. AV fistula. Graft AV fistula surgical connection adhe samayam connection of artery and vein through a hollow synthetic tube and AV graft. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. Dash is the surgical connection എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉത്തരം AV fistula ട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ. A blood is purified inside your own body instead of using a dialyzer machine is called a dash. The blood is purified inside your own body എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഉത്തരം വരണം കേട്ടോ. ഓപ്ഷൻസ് ഹീമോഡയാലിസിസ്, ഹീമോഫിൽട്രേഷൻ, peritoneal dialysis, all of these. Answer ഏതാ വരിക? Peritoneal dialysis കേട്ടോ. Okay. അടുത്ത ചോദ്യം നോക്കിയേ. Vascular access site used for the short term hemodialysis. Options venous catheter, AV fistula, AV graft, syringe pump. ഏതാണ് ആൻസർ വരിക? ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണ്? venous catheter ആണ് അല്ലേ? venous catheter അല്ലേ ഷോർട്ട് ടേം ഡയാലിസിസിന് ഉപയോഗിക്കുന്നത്? ബാക്കി രണ്ടെണ്ണം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ലോങ് ടേം ഡയാലിസിസിനാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓർമ്മയില്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് പെട്ടെന്ന് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ചെയ്യാൻ എന്തേ മാർഗമുള്ളൂ? venous catheter ഉള്ളൂ അല്ലേ? ഓക്കെ, അതാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ. peritoneal dialysis that does not need a machine is called HD, IPD, CCPD, CAPD. ഏതാണ് ആൻസർ വരിക? CAPD. ഏതാണ് ആൻസർ വരിക? CAPD അല്ലേ? ഓക്കെ. Does not need a machine, that is called CAPD. അടുത്ത ക്വസ്റ്റ്യൻ. The therapy used mainly in the intensive care unit for the people with severe kidney failure. HD, PD, CRRT, CAPD. ചോദ്യം ശ്രദ്ധിക്കുക. The therapy used mainly in the intensive care unit എന്ന് കേട്ടാൽ CRRT അല്ലേ? ഓക്കെ. Continuous renal replacement therapy ട്ടോ. Identify the after effects of peritoneal dialysis. Options muscular spasm, hernia, blood loss, hypotension. Which is the after effect of peritoneal dialysis? Hernia ആണ് അല്ലെ? ബാക്കി മൂന്നും ഏതിന്റെയാണ്? HD, ഹീമോഡയാലിസിന്റെ ആണ് കേട്ടോ. Clinical establishment that treats the patients with renal failure is known as dialysis center, cardiology, medical institution, none of this. Answer ഏതാ വരിക? Dialysis center. Okay. അടുത്തത്. Dash short exhibit apt signage at least 2 languages. Dietary department, CSST, dialysis center, hospital administration. ഉത്തരം ഏതാ വരിക? Dialysis center. Who is responsible for the transportation of the patient to and from the dialysis facility? Who is responsible? Dialysis technician,
നഴ്സിംഗ് സൂപ്പർവൈസർ, റീനൽ നഴ്സ്, ഡയാലിസിസ് കോർഡിനേറ്റർ. ഉത്തരം ഏതാ വരിക? ഡയാലിസിസ് കോർഡിനേറ്റർ. ഓക്കെ. അടുത്തത് who assist with the insurance issues required to get the outpatient dialysis services. Options: dialysis coordinator, medical superintendent, social worker, none of these. എന്താണ് ഉത്തരം? ഡയാലിസിസ് കോർഡിനേറ്റർ. എവിടെന്നാ ചോദ്യം വന്നേക്കുന്നത്? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞ് കുറച്ച് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിച്ചിരുന്നു അല്ലേ? ഓക്കെ, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ആ രീതിയിലുള്ളതൊക്കെ നോക്കാം. ഓരോ ആക്സസ് സൈറ്റുകളൊക്കെ നോക്കി വെക്കണം കേട്ടോ. അതുപോലെ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഹോളോസിന്റെറ്റിക് ട്യൂബാണ്. അടുത്തത് ഡയറ്ററി സർവീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. The diet that contains adequate amount of all necessary nutrients required for healthy growth and activity is called. Options: nutritious diet, healthy diet, cardiac diet, soft diet. ഉത്തരം ഏതാ വരിക? ഹെൽത്തി ഡയറ്റ് അല്ലെ? അതിന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണത്. ഹെൽത്തി ഡയറ്റ് കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്? ഓപ്ഷൻസ്: പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫുഡ്, കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ്, ഡയറ്റ് പ്ലാനിങ്, ഓൾ ഓഫ് ദിസ്. ആൻസർ ചെയ്താ വരിക? ഓൾ ഓഫ് ദിസ്. ഈ പറയുന്നതെല്ലാം എന്താണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഹെൽത്ത് പ്രൊഫഷണൽസ് സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ആൾട്ടറിംഗ് ഗുഡ് റുട്ടീൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ ഇസ് കോൾഡ്. ഓപ്ഷൻ: ഡയറ്റീഷ്യൻ, ഡയറക്ടർ, ഡയബറ്റീഷ്യൻ, നൺ ഓഫ് ദിസ്. ആരാണ്? ഡയറ്റീഷ്യൻ. ഓക്കെ. വിച്ച് ഡയറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ people with the high blood pressure? Options: cardiac diet, renal diet, low sodium diet, high protein diet. Which diet ആയിരിക്കും recommend ചെയ്യുക for the people with the high blood pressure ഉള്ളവർക്ക്? ഏത് ഡയറ്റ് ആയിരിക്കും? ലോ സോഡിയം ഡയറ്റ് അല്ലെ? ഇതായിരിക്കും ലോ സോഡിയം ഡയറ്റ് ആണ് അല്ലെ? കാർഡിയക് ഡയറ്റ് ആണോ? അല്ല. റീനൽ ഡയറ്റ് ആണോ? അതും അല്ല. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണോ? അല്ല. പിന്നെ ഏത് ഓപ്ഷൻ വരിക? ലോ സോഡിയം ഡയറ്റ് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, which provision is deals with the providing food to patients admitted in the hospital? നമ്മൾ 4 റോളുകൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇൻപേഷ്യൻ കാറ്ററിംഗ്, കമേഴ്സ്യൽ കെയർ. അതിന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടത്. which provision is deals with the providing food to patients admitted in the hospital? Options: commercial catering, inpatient catering, outpatient catering, diet counseling. എന്താണ് വരിക? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണ വിതരണമായിട്ട് ബന്ധപ്പെട്ടത് ഏതാ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആണ് അല്ലെ? അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് കാന്റീൻ ഈസ് നോൺ ആസ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, സോഷ്യൽ ഇവന്റ് കാറ്ററിംഗ്, കമേഴ്സ്യൽ കാറ്ററിംഗ്, കോർപ്പറേറ്റ് കാറ്ററിംഗ്. എന്താണ് ആൻസർ വരിക? കമേഴ്സ്യൽ കാറ്ററിംഗ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുവറിംഗ് the standards of arranging diet menus? CSST, housekeeping, laundry department, dietary department. അല്ലെ? ഡയറ്റിന്റെ മെനു എന്നൊക്കെ കേൾക്കുമ്പോൾ, ഡയറ്റ് മെനു എന്ന് കേൾക്കുമ്പോൾ ആദ്യം ആൻസർ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് ആണോ വരിക വിനീഷ? അല്ല, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ചോദ്യം കേൾക്കാം. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുവറിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് അറേഞ്ചിങ് ഡയറ്റ് മെനൂസ്? കേട്ടോ. ഡയറ്റ് മെനുകൾ അറേഞ്ച് ചെയ്യാനും സ്റ്റാൻഡേർഡ്സ് ഒക്കെ എൻഷുർ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഉത്തരം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറ്റീഷ്യൻ സാറ്റിസ്ഫൈ ദ ഡയറ്ററി നീഡ്സ് ഓഫ് എ പേഷ്യന്റ് ബൈ കൺസിഡറിംഗ് ഓപ്ഷൻസ്: ബോഡി വെയിറ്റ്, അണ്ടർലൈൻ ഡിസീസ്, ഫുഡ് ഹാബിറ്റ്സ്, ഓൾ ഓഫ് ദീസ്. ആൻസർ ചെയ്താ വരിക? ഓൾ ഓഫ് ദീസ്. ഈ പറയുന്ന എല്ലാം കൺസിഡർ ചെയ്തിട്ടല്ലേ ഒരു ഡയറ്റീഷ്യൻ അവരുടെ പേഷ്യന്റിന്റെ ഡയറ്ററി നീഡ്സ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, ഡയറ്റ് ദാറ്റ് പ്രൊമോട്ട്സ് ഹാർട്ട് ഹെൽത്ത് ഈസ് നോൺ ആസ് ലോ സോഡിയം ഡയറ്റ്, കാർഡിയക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. കാർഡിയക് ഡയറ്റ് എന്ന് അറിയപ്പെടുന്നത് തന്നെ ഹാർട്ട് ഹെൽത്ത് ഡയറ്റ് അല്ലെ? കാർഡിയക് ഡയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, who should examine and oversee the distribution of meals in the wards? Options: nurses, doctors, supervisor, cook. ഏതാ വരിക? വാർഡുകളില് ഭക്ഷണത്തിന്റെ വിതരണം എക്സാമിൻ ചെയ്യുന്നതും ഓവർസീ ചെയ്യുന്നതും ആരാണ്? നഴ്സസ് ആണ്. കറക്റ്റ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലുള്ള ചോദ്യമാണത്. Who is liable for quality and quantity of food items? Options: medical superintendent, bearers, assistant cook, dietitian. എന്താണ് ഓപ്ഷൻ വരിക? ഡയറ്റീഷ്യൻ. ഓക്കെ.
അത്രയും കിട്ടും കേട്ടോ. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിന് വരുന്നത്. അത് നോക്കാം. അടുത്തത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. എ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ആൾസോ നോൺ ആസ് ഓപ്ഷൻസ് നോറോ വൈറസ് ഇൻഫെക്ഷൻ, മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. എന്താണ് ആൻസർ വരിക? ഏതായിരിക്കും? നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന് പറയുന്ന മറ്റു പേര് ഏതാണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് നോസോകോമിയോൺ. ഓപ്ഷൻസ് ഹോസ്പിറ്റൽ, നഴ്സ്, ഡോക്ടർ, അറ്റൻഡർ. എന്താണ് അർത്ഥം? നോസോകോമിയോൺ എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ എന്നാണ് അർത്ഥം അല്ലെ? പഠിച്ചല്ലോ നമ്മുടെ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ HAI എന്ന് കേൾക്കുമ്പോ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നാണ് കേട്ടോ. ചിലപ്പോ അങ്ങനെ ഒരു നീട്ടി പരത്തി എഴുതിയില്ല. HAI എന്നൊക്കെ കാണുമ്പോ എന്താന്ന് വിചാരിക്കരുത് കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഫോർ HAI the infection arises up to dash hours after hospital admission. After hospital admission. Options 24 hours, 48 hours, 32 hours and 1 hour. Option correct ആണ് കേട്ടോ. 48 hours. Okay. Then അടുത്ത നോക്കിയേ. Which of the following is a common type of HAI എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, ഓൾ ഓഫ് ദിസ്. ആൻസർ ഏതാ വരിക? ഓൾ ഓഫ് ദിസ്. എല്ലാം എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിനകത്ത് വരുന്നതാണ് അല്ലെ. അടുത്തത് ട്രാൻസ്മിഷന്റെ ഭാഗം ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. 5 modes ഓഫ് ട്രാൻസ്മിഷൻ ഇല്ലേ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു ചോദ്യം ശ്രദ്ധിച്ചേ. ട്രാൻസ്മിഷൻ ത്രൂ ഡ്രോപ്ലെറ്റ്സ് generated by the coughing, sneezing or respiratory tract procedures like bronchoscopy. Options contact transmission, B airborne transmission, C droplet transmission, D common vehicle transmission. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ അല്ലെ. ചോദ്യം എന്താ? ഡ്രോപ്ലെറ്റ്സ് എന്ന് ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ തെറ്റില്ല. അടുത്ത് ശ്രദ്ധിക്കാട്ടോ. മൈക്രോ ഓർഗാനിസംസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ മോസ്കിറ്റോസ്, flies and rats are known as. എന്താണ്? Okay. Microorganisms are transmitted through mosquitoes, flies and rats are known as. Options airborne transmission, common vehicle transmission, vector-borne transmission, droplet transmission. ഒന്ന് പറഞ്ഞ ആൻസർ ഏതാണ്? വെക്ടർ-ബോൺ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഇതാണ് വെക്ടർ-ബോൺ ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, ക്ലിയർ. അടുത്തത് ഡാഷ് ട്രാൻസ്മിഷൻ. അത് നേരത്തെ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. കഫിംഗ്, സ്നീസിംഗ് അത് ഡ്രോപ്ലെറ്റ് ആണ് കേട്ടോ. അടുത്ത നോക്കി. ഡാഷ് ഇസ് ദ സിംഗിൾ മോസ്റ്റ് പ്രൈം പ്രിവെന്റീവ് മെഷർ ടു റെഡ്യൂസ് ദ ഇൻഫെക്ഷൻ. ഓപ്ഷൻ സ്റ്റെറിലൈസേഷൻ, സാനിറ്റേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്. ഏതാണ് ആൻസർ വരിക? Dash is the single most primary preventive measure to reduce infection. Option ഏതാ? ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷിംഗ് അല്ലേ ഏറ്റവും പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ഡാഷ് ഇസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ICC. ICC എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്നാണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ അവസാനത്തെ ഒരു 8ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മളൊരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിക്കുന്നുണ്ട്. അതിന്റെ മെമ്പർ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻസ് സീനിയർ മൈക്രോബയോളജിസ്റ്റ്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ. ഓപ്ഷൻ ഏതാ വരിക? സീനിയർ മൈക്രോബയോളജിസ്റ്റ് കേട്ടോ. അടുത്ത ചോദ്യം. ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ്സ് ത്രൂ കെമിക്കൽ എക്സ്പോഷർ, അയണൈസിംഗ് റേഡിയേഷൻ ഓർ ഓട്ടോക്ലേവ്സ് ഇസ് നോൺ ആസ്. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഹാൻഡ് വാഷിംഗ്, ഐസൊലേഷൻ. ഏതാണ് ആൻസർ വരിക? ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ്സ് ത്രൂ കെമിക്കൽ എക്സ്പോഷർ, അയണൈസിംഗ് റേഡിയേഷൻ ഓർ ഓട്ടോക്ലേവ്സ്. ഇത് മെത്തേഡ് ആണിത്. സ്റ്റെറിലൈസേഷൻ ആണ്. ഇതാണ് സ്റ്റെറിലൈസേഷൻ ആണ്. ഓക്കെ ആണോ? അപ്പൊ ഈ രീതി മെഡിക്കൽ ടെർമിനോളജി നമ്മൾ അന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് റിവിഷൻ ഉപകാരപ്പെട്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല, എങ്കിലും ഇതേ രീതിയിലായിരിക്കും നിങ്ങളുടെ ഒരു എക്സാമിന്റെ ആ ഒരു പാറ്റേൺ കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ചാപ്റ്ററുകൾ വായിക്കുന്ന സമയത്ത് ഓരോ സെന്റൻസും മനസ്സിലാക്കി തന്നെ വായിക്കാം കേട്ടോ. അതിൽ നിന്ന് തന്നെ എടുത്തൊക്കെ ആവും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ തെറ്റിപ്പോകരുത്. ഓക്കെ ആണോ? അപ്പൊ കുറച്ച് കോൺഫിഡന്റ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കോൺഫിഡന്റ് ആണോ നിങ്ങള്? കുഴപ്പമില്ലല്ലോ. ഓക്കെ.
എക്സാമിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് ടെൻഷൻ ആണ് കേട്ടോ, എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ എന്നാ അറിയില്ല അമൃത, നിങ്ങൾ അറിയിക്കും കേട്ടോ, അത് നമ്മുടെ ഓഫീസിൽ നിന്ന് അറിയിക്കും. നമ്മളെല്ലാം മാനേജ്മെന്റ് തീരുമാനിക്കും ഇവിടെ എക്സാം ഉള്ളത് കേട്ടോ, അത് നിങ്ങളുടെ ക്ലാസ് റൂമിനകത്ത് അറിയിക്കുകയും ചെയ്യും. അപ്പൊ ശരി, എല്ലാവരും വളരെ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ശരി എന്നാ, അപ്പൊ നമുക്ക് അടുത്ത നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ ഒന്ന് കാണാം. ഓക്കെ, താങ്ക് യു.